ചെന്താമര പിടിയിലായതോടെ ഈ കഴിഞ്ഞ രാത്രികളിലൊക്കെ തന്നെ ഉറങ്ങാതെ ഇരുന്ന പോത്തുണ്ടി നിവാസികൾക്ക് ഉറങ്ങാൻ കഴിയുന്നവർക്ക് ആശ്വാസമായി. ഇന്നലെ രാത്രി അവർ സുഖമായിട്ട് ഉറങ്ങി. കാരണം ഇയാൾ മടങ്ങി വന്ന് പ്രതികാരം ചെയ്തില്ലോ എന്ന ആശ്വാസത്തിലാണ് പോത്തുണ്ടിക്കാർ. വിപിൻ സി വിജയൻ വീണ്ടും പോത്തുണ്ടിയിൽ നിന്ന് ചേരുന്നു. പറയും വിപിൻ സി വിജയൻ, പെട്ടെന്ന് ഗോവിന്ദ മാസ്റ്റർ വന്നു, അതുകൊണ്ട് അങ്ങോട്ട് പോയി. പറയും. SKN അപ്പോൾ പോത്തുണ്ടിക്കാരെ സംബന്ധിച്ച് ഇനിയും തിരിച്ചു വരുമോ എന്നുള്ളൊരു പേടി. കാരണം ഇനിയൊരു ജാമ്യത്തിൽ ലഭിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ ഭീഷണിയൊക്കെ ഞങ്ങൾക്കുണ്ടാകില്ല എന്നൊരു ചോദ്യമാണ് ഇവിടെയുള്ള ഈ പുഷ്പ ചേച്ചി ചോദിക്കുന്നത്. അവരുടെ സ്വന്തം വീട് ഇപ്പോൾ ഈ മരിച്ച സുധാകരൻ്റെയൊക്കെ വീടിൻ്റെ തൊട്ട് അടുത്താണ്. പക്ഷേ ഇപ്പോൾ അവരവിടെയല്ല ഇരിക്കുന്നത്. കാരണം തൊട്ട് അടുത്തുള്ള അയൽവാസിയുടെ ഒരു വീട്ടിലാണ്. കാരണം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പോലും പേടിയാണ്. അവർക്ക് സ്വന്തം വീട്ടിൽ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പോലും പേടിയാണ്. ചെന്താമര പിടിയിലായി എന്നുണ്ടെങ്കിലും ആ ഉണ്ടാക്കിയ ആഘാതം അവരെ വിട്ട് ഇപ്പോഴും പോയിട്ടില്ല. പുഷ്പേച്ച് നമ്മോടൊപ്പം ഒന്നുകൂടി ചേരുകയാണ്. അപ്പോൾ ഇനിയും വരുമെന്നുള്ളൊരു പേടിയാണോ ഈ ആശുപത്രി? പേടിയുണ്ട് എനിക്ക്. നീ അയാളെ വരും, നീ ഇവർ ജാമ്യത്തിലെടുക്കും, നീയും വരും. നീ വന്നാൽ പറയും നിങ്ങൾ കോർട്ടിക്ക് പോയിക്കോളി, സുരക്ഷിത തരാൻ പറ്റില്ല, അയാൾക്ക് ഞങ്ങൾ കാലാകാല ജീവിത ബന്ധം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ അവർ പറഞ്ഞാൽ തന്നെയാണ് ആ ചേച്ചി മരിച്ചപ്പോഴും. ഇപ്പം 5 വർഷത്തിൽ 6 വർഷത്തിൽ ഇനിയും 2-3 വർഷം കഴിയുമ്പോൾ അവനെങ്കിലും പണം കൊണ്ട് കൂട്ടുമ്പോൾ ഇവർ ഇറക്കും. അവർ ഗുണ്ട സംഘങ്ങൾക്ക് ഇറക്കുകയാണെന്ന് പറയുന്നു. ചിലവർ പറയുന്നു പാർട്ടി ഇടപെട്ടിട്ടാണെന്നൊക്കെ. എങ്ങനെ അയാൾ ഇറങ്ങി ഇപ്പോൾ 2 എണ്ണത്തിന് കൊന്നോ അതുപോലെ ഇയാൾ ഇറങ്ങും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ സമ്മതിക്കില്ല. അയാൾ ഇറക്കില്ല എന്നൊരിക്കലും ഞങ്ങളുടെ കണ്ണിൽ കാണില്ല. ഞങ്ങൾ പറയാനില്ല, ഞാൻ പറയില്ല. ഞാൻ കാണും, എൻ്റെ വീട്ടിൻ്റെ മുമ്പിലല്ലേ. ഞങ്ങൾ പിന്നെ എവിടെയെങ്കിലും മാറി താമസിക്കണം. ഞങ്ങൾ മാറാൻ പോവുകയാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോകണം, തമിഴ്നാട് എവിടെയെങ്കിലും പോയി കൊച്ചിനെയും കൊണ്ട്. ഫുള്ളായി ഞങ്ങളുടെയൊക്കെ ഭാവി ഇതായിപ്പോയി. പേടിയോണ്ട് ഇവിടുന്ന് മാറി താമസിക്കാനാണോ? ഞങ്ങൾ എന്താ ചെയ്യണം പറയേ. ഞങ്ങൾക്ക് എന്ത് സുരക്ഷിത ഉണ്ട്. ഞങ്ങൾ ആരും ഇതാക്കും. ഞങ്ങളുടെ അയലവാസികൾ ഇപ്പോൾ 3 അവർ 2 വഴിക്കാരും പോയി. ഇപ്പം അവിടെ ആരുമില്ല. അവിടെ കുട്ടികൾ വരുമോ? ഒരു കുട്ടീനെ കെട്ടിച്ച്, ഒരു കുട്ടി ചെറിയൊരു കുട്ടിയാണ്, 10-17 വയസ്സായി. അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, അച്ഛമ്മയും ഇല്ല. ഇനിയിപ്പോൾ ഈ വീട്ടിൽ വന്നാൽ കുട്ടി താമസിക്കുമോ? കുട്ടി എങ്ങനെ ഒറ്റയ്ക്ക് വരും? അയാൾ വന്നതോട്ട് ആ കുട്ടി 2 പ്രാവശ്യം വന്ന് അപ്പം തന്നെ വണ്ടിയും കൊണ്ട് പോയി. ഇനിയിപ്പോൾ എങ്ങനെ വരും? എങ്ങനെ ഒരു ഇതാണ്, എങ്ങനെ ഒരു സംരക്ഷണം? പെൺകുട്ടിയാണ്, ആൺകുട്ടിയാണ്. പോലീസിൽ പറഞ്ഞപ്പോഴാണ് കോർട്ടിലേക്ക് പോകാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും ഈ പിടിയിലായതിൽ ഒരു ആശ്വാസം കാണുന്നില്ല. എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ പറയാൻ തീർച്ചയായിട്ടും എനിക്കൊരു ആശ്വാസമില്ല. എന്താ ആശ്വാസത്തിൽ ഞങ്ങൾ ഇരിക്കുന്നത്? നീയും വിട്ടാലും അയാൾ കൊന്നിട്ട് പോകും. നീ പറയണ്ടല്ലോ, അയാൾ ഇന്നലെ പറഞ്ഞല്ലോ, നീ 2 കൂടി ഞാൻ കൊന്നിട്ട് എനിക്ക് ആ 2 കൂടി കൊന്നതാണെങ്കിൽ തൃപ്തിയായത് തന്നെയെന്ന്. എന്താ മനുഷ്യ ജീവിതം? വ്യത്യാസവും ഇല്ല. നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ TV? വ്യത്യാസം ഇത്തിരിയെങ്കിലും ഒരു കുറ്റബോധം. അമ്മൻ്റെ പ്രായമല്ല, അവരുടെ അമ്മയും അത് 16-70-75 വയസ്സായ അമ്മയില്ല. ഈ അമ്മൻ്റെ ഒരു പ്രായം ചിന്തിച്ചോ? പറയും. പിന്നെന്ത് കുറ്റബോധം ഇയാൾക്കുണ്ടാകണത്? എല്ലാവരും നിരത്തി കൊന്നിട്ട് പോകാൻ പറയും. പിന്നെ ആരെങ്കിലും ഇവിടെ സംസാരിക്കും ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ? അങ്ങനെ ഞങ്ങളുടെ ആ ഭാഗത്ത് ആരുടെ അടുത്ത് സംസാരിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരുടെ അടുത്ത് കോമഡി പറയും. ആ ചിലവരിനെ കയ്യിലാക്കിയിട്ട് കോമഡി പറഞ്ഞപ്പോൾ അവരൊക്കെ അയ്യോ അവൻ ഒന്നും ചെയ്യില്ല, നിങ്ങൾ പേടിക്കണ്ട, അവൻ നല്ല മനുഷ്യനായി. നല്ല മനുഷ്യനാണ് ഇപ്പോൾ 2 എണ്ണത്തിന് തട്ടിട്ട് പോയത്. അങ്ങനെയാണ് പിന്നെയാണ് 2-3 ദിവസത്തിന് മുമ്പ് വന്ന് ഇവരുടെ ഒരു പേടി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നാട് വിട്ട് മറ്റൊരു ദേശത്തേക്ക് മാറി താമസിക്കണോ എന്നടക്കമുള്ള ചിന്തയിലാണ് ഇപ്പോൾ ഈ പുഷ്പ ചേച്ചി അടക്കമുള്ളത്. ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തിയ കൂട്ടത്തിലുള്ളതാണ്. ഒപ്പം തന്നെ ഈ ബോയിൻ കോളനി എന്നുള്ള പ്രദേശം നമുക്ക് കാണാം. ആ ഒരു 3 വീടുകളാണ് അവിടെ ഉള്ളത്. ഒന്ന് ഈ പുഷ്പ ചേച്ചിയുടെ, പിന്നീട് ഒന്ന് ഈ 2 ഇരട്ട കൊലപാതകം നടന്ന വീട്, തൊട്ടുപുറത്ത് ഈ ചെന്താമരയുടെ വീട്. ഇങ്ങനെ 3 വീടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ആ പ്രദേശത്തേക്ക് ഇപ്പോൾ അത് തീർത്തും വിജനമാണ്. അവിടെ ഒരാളുമില്ല എന്ന് തന്നെ പറയാം. അവിടേക്ക് ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. അതിനപ്പുറത്തേക്ക് വീടുകളില്ല, വയലുകളാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നിന്ന് ഇനി മാറിപ്പോകേണ്ടി വരുമോ, ഇനിയും പ്രതി വരുമോ എന്നുള്ള പേടിയുണ്ട്. എങ്കിലും തൽക്കാലത്തേക്ക് ഇപ്പോൾ ഈ അറസ്റ്റിലായത് ഒരു ആശ്വാസം കാണുകയാണ് ഈ പോത്തുണ്ടിക്കാർ. SKN. പോത്തുണ്ടിയിൽ നിന്ന് നമുക്കിപ്പം ചേർന്നത് വിപിൻ സി വിജയനാണ്. വിപിൻ പറയുന്ന പോലെ ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ പോത്തുണ്ടിക്കാർക്ക് ഇയാൾ മടങ്ങി വന്ന് പ്രതികാരം ചെയ്യുമെന്ന ഭയമുണ്ടായിരുന്നു. എന്നാൽ പോലീസ് കസ്റ്റഡിയിലായതുകൊണ്ട് ഇനി അയാൾ റിമാൻഡിലൊക്കെ പോകും. അതുകൊണ്ട് പുറത്ത് അയാളെ ഇറക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി എന്നുള്ളതാണ് കാര്യം. ഇയാൾ പ്രതികാരദാഹിയായ ഒരു കൊലപാതകി തന്നെയാണ് എന്ന കാര്യം വ്യക്തമാണ്. കാര്യം ഈ വിചാരണ ആരംഭിക്കാനിരിക്കെ ആദ്യം സജിത എന്ന സ്ത്രീയെ കൊലപ്പെടുത്തി, അവരുടെ 5 കൊല്ലത്തിന് ശേഷം അവരുടെ വിചാരണ ആരംഭിക്കാനിരിക്കുകയാണ് അടുത്ത 2 കൊലപാതകങ്ങൾ കൂടി ഇയാൾ ഓർത്തു വെച്ചിരുന്ന് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇയാൾ റിവഞ്ച് മനസ്സിൽ സൂക്ഷിക്കുന്ന വില്ലൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.